സന്ദേശ് ഖാലിയിലെ CBI റെയ്ഡ് പൂർത്തിയായി. NSG കമാൻഡോകളുടെ സാന്നിധ്യത്തിലായിരുന്നു പരിശോധന. മണിക്കൂറുകൾ നീണ്ട റെയ്ഡിൽ വിദേശ തോക്കുകൾ അടക്കമുള്ള വലിയ ആയുധ ശേഖരം കണ്ടെത്തി. ഗൗതം തന്നെയാണ് ഇതിന്റെ വിശദാംശങ്ങൾ നൽകുന്നത്. ഗൗതം, എപ്പോഴായിരുന്നു റെയ്ഡ് പൂർത്തിയായത്? എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ? ദേവിക, ഇന്നലെ വൈകുന്നേരം 3 മണിയോടെയാണ് ഈ സന്ദേശ് ഖാലിയിൽ CBI സംഘം എത്തിയത്. NSG കമാൻഡോകളും CBI സംഘത്തിനൊപ്പം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ജനുവരിയിൽ EDയുടെ ഉദ്യോഗസ്ഥരെ സന്ദേശ് ഖാലിയിൽ ആക്രമിക്കുന്ന ഒരു സംഭവം റിപ്പോർട്ട് ചെയ്തു. ഇതുൾപ്പെടെയുള്ള വിഷയങ്ങൾ നിലവിൽ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷന്റെ അന്വേഷണ പരിധിയിലാണ്. ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് കൊൽക്കത്ത ഹൈക്കോടതി സന്ദേശ് ഖാലിയിൽ നടന്നിട്ടുള്ള സംഭവങ്ങളുടെ മുഴുവൻ അന്വേഷണ ചുമതല CBIക്ക് കൈമാറിയത്. ഇതേ തുടർന്ന് ഇന്നലെ NSGയുടെ പ്രത്യേക കമാൻഡോ വിഭാഗത്തിന്റെ അകമ്പടിയിൽ CBI സംഘം എത്തുകയും വീടുകളിൽ ഉൾപ്പെടെ പരിശോധന നടത്തുകയും ചെയ്തു. വിദേശ നിർമ്മിതമായിട്ടുള്ള പിസ്റ്റലുകളും മറ്റ് മാരക ആയുധങ്ങളും TMCയുടെ പ്രാദേശിക നേതാക്കളുടെ വീടുകളിൽ നിന്നും കണ്ടെത്തിയെന്നത് ശ്രദ്ധേയമായി. ഇതിന്റെ ചിത്രങ്ങൾ ഉൾപ്പെടെ CBI സംഘം പുറത്തുവിട്ടിട്ടുണ്ട്. രാത്രി 12 മണിയോടുകൂടിയാണ് ഈ ഒരു പരിശോധന അവസാനിച്ചത്. CBI പ്രധാനമായും അന്വേഷിക്കുന്ന കേസുകൾ ഒന്ന്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർക്ക് നേരെ നടന്നിട്ടുള്ള അക്രമം, ഒപ്പം സ്ത്രീകൾക്ക് നേരെ സന്ദേശ് ഖാലിയിൽ ഷാജഹാൻ ഷെയ്ഖിന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ബലാത്സംഗ കേസുകൾ, പീഡന കേസുകൾ, അതോടൊപ്പം തന്നെ ഭൂമി പിടിച്ചെടുത്ത സംഭവം. ഈ വിഷയങ്ങളെല്ലാം കൊൽക്കത്ത ഹൈക്കോടതി CBIയുടെ അന്വേഷണ പരിധിയിലേക്ക് വിട്ടിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇന്നലെ ഇത്തരത്തിലൊരു പരിശോധന നടന്നത്. വിദേശ തോക്കുകൾ അടക്കമുള്ള വലിയ ആയുധശേഖരമാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ എന്തൊക്കെയായിരിക്കും അടുത്ത നടപടിക്രമങ്ങൾ? ദേവിക, ഈ അന്വേഷണം മുന്നോട്ട് നീങ്ങുകയാണ്. സ്വാഭാവികമായും ഷാജഹാൻ ഷെയ്ഖ് ഉൾപ്പെടെയുള്ള TMC നേതാക്കൾ കുടുങ്ങുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നേരത്തെ തന്നെ ഈ സംസ്ഥാന സർക്കാരിന്, മമതാ ബാനർജിക്കും സംസ്ഥാന സർക്കാരിനും ഈ കേസ് CBIയെ ഏൽപ്പിക്കുന്നതിൽ കാര്യമായ താല്പര്യം ഉണ്ടായിരുന്നില്ല. CBI അന്വേഷണം പിന്നീട് കൊൽക്കത്ത ഹൈക്കോടതിയാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. ആദ്യം സംസ്ഥാന പോലീസും ക്രൈംബ്രാഞ്ചും അന്വേഷിച്ചപ്പോൾ യാതൊരു തരത്തിലുള്ള പുരോഗതിയും ഈ സന്ദേശ് ഖാലി കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായില്ല എന്നത് ശ്രദ്ധേയമായി. ഈ ഒരു സാഹചര്യത്തിലാണ് കോടതി കേന്ദ്ര ഏജൻസിയെ ഇതിന്റെ അന്വേഷണം ഏൽപ്പിച്ചത്. ഈ ഒരു സാഹചര്യത്തിൽ കേസ് മികച്ച രീതിയിൽ അതിന്റെ അന്വേഷണം മുന്നോട്ട് പോകും. ഈ ക്രിമിനലുകൾ കുടുങ്ങുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ഷാജഹാൻ ഷെയ്ഖ് നിലവിൽ കസ്റ്റഡിയിലാണ്, അറസ്റ്റിലാണ്. ഇയാളുടെ നേതൃത്വത്തിലാണ് ഈ പാവപ്പെട്ടവരുടെ ഭൂമി പിടിച്ചെടുത്തതും ഒപ്പം സ്ത്രീകളെ ധാരാളമായി ബലാത്സംഗം ചെയ്ത സംഭവങ്ങൾ. പലപ്പോഴും ഇയാൾ ഈ തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവാണ്. മാത്രമല്ല മമതാ ബാനർജി ഉൾപ്പെടെയുള്ള നേതാക്കളുമായി അടുത്ത ബന്ധമുള്ള ഒരു ക്രിമിനലാണ്. ഇയാളെ സംബന്ധിച്ച് സ്ത്രീകൾക്കും മറ്റും ഭയമായിരുന്നു, എന്താണ് ഈ ഷാജഹാൻ ഷെയ്ഖിന്റെ നേതൃത്വത്തിൽ അവിടെ നടക്കുന്നത് എന്നത് തുറന്നു പറയാൻ. പക്ഷേ കുറച്ച് സ്ത്രീകൾ ഇക്കാര്യം തുറന്നു പറഞ്ഞതോടുകൂടിയാണ് സന്ദേശ് ഖാലിയിൽ TMC ജിഹാദി ഭീകരർ വർഷങ്ങളായി നടത്തി വന്ന നരനായാട്ട് അല്ലെങ്കിൽ സ്ത്രീവിരുദ്ധ പ്രവർത്തനങ്ങൾ അത് പുറം ലോകം അറിഞ്ഞത്. പിന്നീട് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഈ വിഷയം ദേശീയ തലത്തിൽ ഉന്നയിച്ചതോടുകൂടി സന്ദേശ് ഖാലിയിൽ നടന്ന സംഭവ വികാസങ്ങൾ മറനീക്കി പുറത്തു വന്നു. ഇതിനിടയിലാണ് കോടതി നിർദ്ദേശപ്രകാരം കേന്ദ്ര ഏജൻസി ഇതിന്റെ അന്വേഷണം കൂടി ഏറ്റെടുത്തിരിക്കുന്നത്. ഡൽഹിയിൽ നിന്നും ഗൗതം അനന്തനാരായണനാണ് വിവരങ്ങൾ നൽകിയത്.